ആദിവാസികൾക്കും മറ്റു പാവപ്പെട്ടവർക്കുമിടയിൽ വിശുദ്ധ മദർ തെരേസയുടെ സമർപ്പിത സമൂഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകരുതെന്ന് ജാർഖണ്ഡ് സർക്കാരിന് വാശിയുണ്ടെന്ന് ആരോപണം. ദുരാരോപണങ്ങളും പോലീസ് നടപടികളും പരിശോധിക്കുമ്പോൾ ചില തൽപര കക്ഷികൾക്ക് അങ്ങനെയൊരു അജണ്ടയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്നു എന്നാണ് ആരോപണം. ഏറ്റവും ഒടുവിലായി മിഷണറീസ് ഓഫ് ചാരിറ്റീസിനെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്രത്തിലേക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ജാർഖണ്ഡ് സർക്കാർ. സമർപ്പിത സഹോദരിമാരും സഹോദരന്മാരും വോളണ്ടിയർമാരും ഉൾപ്പെടെ 5 സമൂഹങ്ങളാണ് കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റീസിനുള്ളത്. വിദേശങ്ങളിൽ നിന്ന് ലഭിച്ച തുക വകമാറ്റി മതപരിവർത്തനത്തിന് ഉപയോഗിച്ചു എന്നാണ് ജാർഖണ്ഡിൽ അവർക്കെതിരെയുള്ള പുതിയ ആരോപണം. കഴിഞ്ഞ 11 വർഷം കൊണ്ട് $15.4 കോടി, അതായത് 1000 കോടിയോളം രൂപ ഇങ്ങനെ വകമാറ്റിയത്രേ. വിദേശ സംഭാവന നിയമപ്രകാരം ഇത് ശിക്ഷാർഹമായ കുറ്റമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ വക്താവ് സുനിത കുമാർ ഈ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു. വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവും ആണ് ഈ ആരോപണങ്ങളെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. സംഭാവനയായി ലഭിക്കുന്ന ഓരോ ചില്ലിക്കാശിനും കൃത്യമായ കണക്കുണ്ടെന്നും നിർദ്ദേശിക്കപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നും സുനിതാകുമാർ വ്യക്തമാക്കി. നിയമപ്രകാരം വാർഷിക റിട്ടേൺ മുടക്കം കൂടാതെ സമർപ്പിച്ചു പോരുന്നു. അപ്പോഴൊന്നും ഒരു തടസ്സവാദവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഒരു ക്രമക്കേടും ആരും ചൂണ്ടിക്കാട്ടിയിട്ടുമില്ല. എന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിനെതിരെ അന്വേഷണമെന്ന് മനസ്സിലാകുന്നില്ലെന്ന് അവർ പറയുന്നു. കൊൽക്കത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡിസൂസയും ഇതേ വികാരമാണ് പ്രകടിപ്പിച്ചതെന്നും ഇതേ ചോദ്യങ്ങളാണ് ഉന്നയിച്ചതെന്നും UCA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. 3 മാസത്തിലൊരിക്കൽ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ വിദേശ സംഭാവന സംബന്ധിച്ച എല്ലാ രേഖകളും ഹാജരാക്കുന്നുണ്ടെന്നും വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും യഥാസമയം നിർവഹിക്കാറുണ്ടെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.